ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. എന്താണ്, റിംഗ് മുറുക്കുമായിട്ട്. അപ്പോൾ ഈ ഒരു തരം മുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും 5-6 സാധനങ്ങൾ മാത്രം മതി. അപ്പം ആദ്യം തന്നെ അരിപ്പൊടി 1 കപ്പ്, പിന്നെ മൂങ് ദാൽ 2 ടേബിൾ സ്പൂൺ, അരമണിക്കൂർ കുതിർത്തത്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ചെടുത്ത ഉഴുന്ന് വേണം, 1/2 ടീസ്പൂൺ കറുത്ത എള്ള്, 1 ടീസ്പൂൺ ജീരകം. ഇനി നമ്മുടെ അരിപ്പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച ഉഴുന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഒരു പാനിലേക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും, നിങ്ങൾക്ക് 2 ടീസ്പൂൺ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അപ്പം 1 ടീസ്പൂൺ മുളക് പൊടി, അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന എള്ള്, ജീരകം, പിന്നെ ലേശം കായം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യാം. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എണ്ണ 2-3 ടീസ്പൂൺ എണ്ണ ആഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി, കുതിർത്ത് വെച്ച മൂങ് ദാലും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മിക്സ് ഒന്ന് ആറിയ ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ റോൾ ഔട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മൈദാമാവും ലേശം ചൂടുവെള്ളവും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം നമ്മുടെ കയ്യിൽ നന്നായിട്ട് എണ്ണ തടവിയ ശേഷം കുറച്ച് മാവ്, ചെറിയ ബോൾസ് ആയിട്ട് മാവ് എടുക്കുക. അതിനുശേഷം നമ്മുടെ ചപ്പാത്തി പലകയിലോ നമ്മുടെ വെറും സ്ലാബിൽ തന്നെ ഇട്ടിട്ടാണെങ്കിലും റോൾ ചെയ്തെടുക്കുക. ഇതേപോലെ അത്യാവശ്യം നല്ല തിന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഈ റോൾ ഔട്ട് ചെയ്തതിനെ ചെറിയ റിങ്സ് ആയിട്ടുള്ള ഷേപ്പിലാക്കി എടുക്കുക. ഇതേ രീതിയിൽ ബാക്കിയുള്ള മാവിനെ ഫുള്ള് നമുക്ക് ചെറിയ റിങ്സ് ആക്കി എടുത്ത ശേഷം ഇതിനെ ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അതേപോലെ ഒരു മീഡിയം ടു ഹൈ ഹീറ്റിൽ മാത്രമേ ഓയിൽ വെക്കാൻ പാടുള്ളൂ. വറുത്ത് തുടങ്ങുന്നിടം തൊട്ട് ലാസ്റ്റ് മാവ് തീരുന്ന വരെ ആ ഒരൊറ്റ ഹീറ്റിൽ മാത്രമേ നമ്മുടെ ഓയിൽ വെക്കാൻ പാടുള്ളൂ. നമ്മുടെ എണ്ണയുടെ ആ സിസ്ലിംഗ് ഒന്ന് മാറി കഴിയുമ്പോഴത്തേനും ഈ ഒരു പരുവാകുമ്പോൾ നമ്മുടെ റിങ്സ് ഡ്രെയിൻ ചെയ്യാനുള്ള ടൈമാവും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ റിംഗ് മുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു ബേക്കറിയിലും പോവാതെ, എങ്ങും പോവാതെ നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടിയും ഉഴുന്നുമൊക്കെ വെച്ച് തന്നെ മാത്രം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ്. നമുക്ക് ചായയുടെ കൂടത്തിൽ ഒരു കടിയായിട്ടാണേലും അല്ല, നമ്മുടെ കുട്ടികൾക്ക് ബിസ്ക്കറ്റും ചിപ്സും അതിനൊക്കെ പകരം നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഈസി ആയിട്ട് പറ്റിയൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.